നടിയും യൂട്യൂബറൊക്കെ ആയിട്ടുള്ള ലിൻഡോ റോണിയെ ഒരു പള്ളിയിൽ നിന്നും വിലക്കിയതുമായി ബന്ധപ്പെട്ട് അവരിന്നൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടു. അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള പേരിൽ 42 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഫുൾ ഇരുന്ന് കണ്ടു. ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഒരു മനുഷ്യനെ പള്ളിയിൽ നിന്നൊക്കെ വിലക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ലിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ കൂടി ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു ടിക്ടോക്കർ ആവോ, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യം. ആദ്യമൊക്കെ നമ്മുടെ നാട്ടുകാർ പരിഹസിക്കും, കമന്റ് ബോക്സിൽ വന്ന് നമുക്കറിയാത്ത ആൾക്കാർ വരെ തെറി വിളിക്കും, ബഹളം വെക്കും, നമ്മളെ മാനസികമായിട്ട് തളർത്തും. അതൊക്കെ തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് വന്നത് ഈ രീതിയിൽ അവർ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. അപ്പോൾ അവരൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അവർ ആ വീഡിയോയുടെ പേരിലൊക്കെ ഒരു പള്ളിയിൽ വിവേചനം നേരിടുന്ന രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ലിൻഡോയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടിക്ടോക്കിന്റെ സമയത്താണ്. ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു, വളരെ ക്ലാസ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളെ. ചുമ്മാ ചറവറ വീഡിയോ അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലിൻഡോ വീഡിയോ ഇടാറുണ്ടായിരുന്നു. അതിനുശേഷം ലിൻഡോന്റെ ഞാൻ ചാനൽ കാണുന്നത് ശ്രദ്ധിക്കുന്നതെന്ന് പറയുമ്പം യൂട്യൂബിലാണ്. യൂട്യൂബിലെ ലിൻഡോ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ടാണ് ഞാൻ കണ്ടതെന്ന്. അതിൻ്റെ ഒരു ആഡ് ഞാൻ ഇവിടെ ചെയ്തേക്കാം, ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട്, അവർക്ക് വർഷങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു, അതിനുശേഷം അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഹാപ്പി മൊമെൻ്റ് എടുത്തിട്ട് അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കാണാൻ നേരത്ത് നമുക്ക് സന്തോഷം തോന്നും. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കരച്ചിലൊക്കെ കാണാൻ നേരത്ത് ആ കരച്ചിൽ കാണുമ്പോഴും നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുമ്പോൾ. പിന്നെ ലിൻഡോനെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കുറേ നാള് മുമ്പ് ഈ ലണ്ടൻ ഒക്കെ യൂറോപ്പിലൊക്കെ ഭയങ്കര കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഈ വന്നു കയറിയവരും അവിടെ ജീവിക്കുന്നവരുമായി ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പുറത്താക്കണം, വന്നു കയറിയവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ അവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിൻഡോ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിൽ നിന്നിട്ട് ലിൻഡോ ഡാൻസ് കളിക്കുന്നതാണ് ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ നോക്കാൻ നേരത്ത് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്നത് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കും തോന്നിയായിരുന്നു ലിൻഡോയൊക്കെ എന്തിനാണ് ഇങ്ങനെ റോഡിൽ നടക്കുന്ന ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫുള്ളിൽ നിന്ന് കാണും. ഞാൻ ആദ്യമായിട്ടാണ് ലിൻഡോൻ്റെ ഒരു വീഡിയോ ഫുള്ള് കാണുന്നത്. 45 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ ഫുള്ള് കണ്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് തെറ്റിദ്ധാരണ മാറുന്നത്. അവരുടെ ഒരു അപ്പാർട്ട്മെന്റ് റോഡിൽ നിന്നിട്ടാണ് ലിൻഡോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതിലെ വരുന്ന കാർ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരാടെയാണ്. അപ്പം ഇവർ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ആ കാറിൽ പോകുന്നവർ ഇത് കണ്ടോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് അവരെന്തോ മറന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഭയങ്കര രീതിയിൽ സൈബർ സ്പേസിൽ അവരെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള ആൾക്കാർ റോഡിൽ നിന്ന് ഇതുപോലെ കോപ്രായം കാണിക്കുന്നുണ്ടാണ്, ഡാൻസ് കളിക്കുന്നുണ്ടാണ്, അവിടെ താമസിക്കുന്ന മലയാളികൾക്കൊക്കെ ചീത്തപ്പേരുണ്ടാകുന്ന രീതിയിലൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്ത് വലിയ രീതിയിൽ ആൾക്കാർ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിലേക്ക് വരാം. ഈ ലിൻഡോന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരിയും ഫാമിലിയൊക്കെ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നവരാണ്. മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻസും അങ്ങനെയാണ്. അപ്പോൾ യൂറോപ്പിലാണ് താമസിക്കുന്നത്, അടുത്തുള്ള പള്ളികളിലൊക്കെ അവർ പോകും. അങ്ങനെ പോകാൻ നേരത്ത് അവിടെ മലയാളികളാണ് കൂടുതലുള്ളത്. ഒരു പാസ്റ്റർ മലയാളി ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരു മലയാളിയായിരുന്നു. പുള്ളിക്കാരൻ സംസാരിച്ചത് അവരൊരു ബയോളജി ക്ലാസ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം തന്നെ ഈ ഓർഗൻസിനെ പറ്റി, ലിവറിനെ പറ്റി അല്ലെങ്കിൽ ബ്ലഡിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് പോലെ സ്കൂളിൽ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലിൻഡോന് ഛർദ്ദിക്കാൻ വരും. അപ്പം ഇതുപോലൊരു ക്ലാസ് ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ നെഗറ്റീവ് വൈബാണ്. അപ്പോൾ ആ സ്പേസിൽ അവർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇത്തരത്തിൽ സംസാരിക്കരുത്, നമുക്ക് ഒരു പോസിറ്റീവായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയൂ എന്നുള്ള രീതിയിൽ അവർ ഒപ്പീനിയൻ പറഞ്ഞു. അതിനുശേഷം ഇവർക്ക് തന്നെ തോന്നി ശരിയായില്ലല്ലോ, ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ച് ഞാൻ എണ്ണീറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ശരിയായില്ലല്ലോ എന്ന് അവർക്ക് തോന്നി. പിന്നെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്ററിനെ വിളിച്ചപ്പം പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ എണ്ണീറ്റ് നിന്ന് സംസാരിച്ചത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നിങ്ങളെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി അങ്ങനെ സംസാരിച്ചത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല. നമ്മൾ പള്ളിയിലേക്ക് വരാൻ നേരം നമുക്ക് കിട്ടേണ്ടത് പോസിറ്റീവായിട്ടൊരു വൈബാണ്. ഒരാഴ്ച പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാനാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്, പ്രാർത്ഥനയായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയരുതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വീഡിയോയെ പറ്റിയൊക്കെ നെഗറ്റീവായിട്ട് ഭയങ്കര അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവിടെ അവസാനിച്ചു. ഫോൺ കട്ട് ചെയ്തു. അവസാനം അടുത്ത ആഴ്ച പള്ളിയിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് അറിയുന്നത് ഇവരെ ഈ പള്ളിയിൽ വിലക്കിയിരിക്കുകയാണ്. പാസ്റ്റർക്ക് അരിപ്പ് തീർക്കുന്നു, പള്ളിയിൽ വന്ന് വീഡിയോ എടുത്തു എന്നുള്ള പേരിലൊക്കെയാണ് ഇവരെ വിലക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പാസ്റ്ററിനോട് എണീറ്റ് നിന്ന് വിഷയം ഒന്ന് കറക്റ്റ് ചെയ്തു, ഇത്രയേ ഉള്ളൂ ഇവർ ചെയ്ത തെറ്റ്. അവസാനം വീഡിയോയുടെ പേരിലൊക്കെയാണ് ഇവരെ ഇപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ലിൻഡോന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വീഡിയോയിൽ ഫേസ് കാണിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നവരുടെ ഫേസ് മാത്രമേ കാണിക്കാറുള്ളൂ. പള്ളിയിൽ വരാൻ നേരത്ത് ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് വൈബ് എന്നുള്ള രീതിയിൽ ചെറിയ റീൽസ് ഒക്കെ എടുത്തിടും. അതല്ലാതെ ആരെയും ഞാൻ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയുടെ ഒക്കെ പേരിലാണ് ഇപ്പോൾ പള്ളിയിൽ ഇവരെ വിലക്കിയിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയൊക്കെ വിലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കാൻ നേരത്ത് ചില കുട്ടികൾ സാറുമാർ പഠിപ്പിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ റൂട്ട് മാറി പോകുന്നതിന് നമ്മൾ എന്നിട്ട് തിരുത്താറുണ്ട്.
എന്ന് പറഞ്ഞ് നാളെ തുടങ്ങി ഇനി സ്കൂളിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അധ്യാപകന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ സ്കൂളിന്റെ കുഴപ്പമാണ്. ഇത് തന്നെ എനിക്കിവിടെ പറയാനുള്ളൂ. ഞാൻ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളാണ്. ഞാൻ അമ്പലത്തിലേക്ക് അടുത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉത്സവ സമയത്തൊക്കെ ഇവർ കോളാമ്പി കൊണ്ടുവെക്കും. ആദ്യമൊക്കെ നമ്മൾ പറയും ഈ കോളാമ്പി ഇങ്ങനെ വെക്കുക, നമ്മൾ തിരുത്തുന്നതാണ്. അവസ്ഥയും കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയും. പോലീസുകാർ വന്നിട്ട് കോളാമ്പിയുടെ സൗണ്ട് കുറയ്ക്കും. നമ്മൾ അടുത്ത ദിവസം അമ്പലത്തിൽ പോകാറുണ്ട്. പോയില്ലേലും കുഴപ്പമില്ല. നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടാനും വേണ്ടി നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നത്. അവിടെ ഒരു നെഗറ്റീവായിട്ട് കേൾക്കാൻ നേരത്ത് നമ്മൾ എണീറ്റ് എന്ന് പറയുന്നത് നമുക്കത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ പേരിൽ അവർ നിങ്ങൾ വീഡിയോ ഇടുന്നതിൻ്റെ പേരിൽ ഒരാളെ വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തൊക്കെ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കാനാണ്. അവിടെ കൊണ്ടുവന്ന ഒരാൾ വിലക്കുകയാണെന്നെങ്കിൽ ഇത് പഴയ ജാതി സിസ്റ്റത്തിൻ്റെ ഒരു ലെവലാണ്. ഇതൊരു ജാതി സിസ്റ്റമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വന്നേക്കരുത്, മാറി നിന്നേക്കണം എന്നൊക്കെ പറഞ്ഞത് മറ്റേ പഴയ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ ഇതുപോലൊരു വീഡിയോ ഇടുന്ന ഒരാളെ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒരു വിലക്ക് വരാൻ നേരത്ത് സംസാരിക്കേണ്ടത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, ഒരു പിന്തുണ നൽകേണ്ടത് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ട് അവർ കോണ്ടന്റ് ഒക്കെ ഇട്ട് മുമ്പോട്ട് വരുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നുണ്ടെങ്കിൽ